അങ്ങനെ വളരെ ആവേശകരമായ കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മന്ത്രിസഭ രൂപീകരണത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ സംസാരം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. KT ജലീൽ തവന്നൂർ മണ്ഡലത്തിൽ നേരിടേണ്ടി വന്ന പരാജയം മുസ്ലിം ലീഗുകാരും കുറച്ചൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരും ആഘോഷിക്കുന്നു. ഇലക്ഷനും അതിൻ്റെ ഫലം പുറത്തു വരുന്ന അവസരവുമൊക്കെ ജനാധിപത്യത്തിൻ്റെ മഹത്തായ ആഘോഷവേള തന്നെയാണ്. എല്ലാ വിഭാഗങ്ങൾക്കും പരിധികൾ ലംഘിക്കാതെ തീർച്ചയായിട്ടും ആഹ്ലാദം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് സ്വാഭാവികവും ആണ്. എന്നാൽ തവന്നൂർ മണ്ഡലത്തിൽ KT ജലീലിൻ്റെ പരാജയം വളരെ അസ്വാഭാവികമായിരുന്നു. എന്തോ വലിയ ഒരു അസാധാരണമായ ഒരു കാര്യമാണ് അവിടെ ഉണ്ടായത് എന്ന തരത്തിൽ മുസ്ലിം ലീഗുകാർ ആഘോഷിക്കുന്നത് അത് ധാർമ്മികതയുടെ, സഹിഷ്ണുതയുടെ, മര്യാദയുടെ സർവ സീമകളും ലംഘിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇതേ മുസ്ലിം ലീഗിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് 3-4 പ്രാവശ്യം MLA ആവുകയും അതുപോലെ മന്ത്രിയാവുകയും ചെയ്തയാളാണ്. ഇത്തവണ ഇലക്ഷനിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശ്യമുണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളും നൽകിയിരുന്നു. എന്നാൽ തന്നെ ഇത്രത്തോളം എത്തിച്ച പാർട്ടിയോടുള്ള കടപ്പാട് എന്നുള്ള നിലയ്ക്കാണ് അവരുടെ നിർബന്ധത്തെ തുടർന്ന് അയാൾ മത്സരിച്ചത്. ഏതാണ്ട് പരാജയം KT ജലീൽ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആണ്. എല്ലാ ഇലക്ഷനിലും എല്ലാവരും ഒന്നും വിജയിച്ചു എന്നും വരില്ല. എല്ലാവർക്കും എല്ലാറ്റിനുമൊക്കെ ഒരു സമയമുണ്ടല്ലോ. എന്നാൽ ആ പരാജയത്തെ തുടർന്ന് മുസ്ലിം ലീഗുകാർ പ്രകടിപ്പിച്ച ആഘോഷ പ്രകടനങ്ങളിൽ, ആഹ്ലാദ പ്രകടനങ്ങളിൽ അവർ പ്രകടിപ്പിച്ച വികാരം, അത് മുസ്ലിം സമുദായത്തിലെ വികാര പാർട്ടികൾ വൈകാരിക തള്ളിച്ചയെ പ്രതിനിധീകരിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന പാർട്ടികൾ പോലും ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രകടനമായിപ്പോയി എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുസ്ലിം സമുദായം തീവ്രവാദത്തിലേക്ക്, വൈകാരിക തള്ളിച്ചയിലേക്ക് ഒക്കെ പോകുമ്പോൾ അവരെല്ലാം തടുത്ത് മാന്യതയുടെ, മിതത്വത്തിൻ്റെ, പക്വതയുടെ, വിവേകത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിർത്തുന്ന ഒരു പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗുകാർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫയർ എഞ്ചിന് തീ പിടിച്ചു എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയല്ലേ ഉണ്ടാവുക എന്ന് ചിന്തിക്കണം. ജലീലിനെ സംബന്ധിച്ച് വ്യാപകമായിട്ട് അവർ ഇരട്ടപ്പേര് പ്രചരിപ്പിച്ചു. മുസ്ലിം ലീഗ് അതിൻ്റെ പേരിൽ മുസ്ലിം എന്ന ഒരു വാക്കുണ്ട്. വലാ തനാബസു ബിൽ അൽഖാബ്, ഖുർആനിൽ വിശ്വാസികളോട് അള്ളാഹു പറയുന്ന ഒരു സൂക്തമാണ്. നിങ്ങൾ പരസ്പരം ഇരട്ടപ്പേരുകൾ വിളിക്കരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, വിശ്വാസികളായതിനു ശേഷം അധർമ്മത്തിന്റെ അത്തരം നാമങ്ങൾ ഉപയോഗിക്കുന്നത് എത്രയോ ചീത്തയാണ്. ഇത് KT ജലീലിനോട് പാലിക്കാൻ മുസ്ലിം ലീഗുകാർ ബാധ്യസ്ഥരല്ല എന്ന് സമർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു പ്രമാണം കാണിക്കാൻ കഴിയുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഇന്ത്യയിലുള്ളത് ഒരു ബഹുമത, ഒരു ബഹുസമുദായ, ഒരു ബഹുസ്വര സാമൂഹിക രാഷ്ട്രീയ ഘടനയിലാണ് നമ്മളുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിലെ സാമൂഹിക പ്രവർത്തന ത്വരയുള്ള എല്ലാ ആളുകളും ഒരൊറ്റ പാർട്ടിയിൽ കേന്ദ്രീകരിക്കുക, ഒരൊറ്റ രാഷ്ട്രീയ ലൈൻ മാത്രം അവരെല്ലാം അവലംബിക്കുക എന്നുള്ളത് ബുദ്ധിപരമല്ല. അവരിലെ ചില പ്രതിഭകൾ മറ്റു ചില പാർട്ടികളിൽ പോകേണ്ടതുണ്ട്. മുസ്ലിം സാമൂഹിക പ്രവർത്തകരുടെ, രാഷ്ട്രീയ പ്രതിഭകളുടെ വിന്യാസം എല്ലാ മുന്നണികളിലും, എല്ലാ ചേരികളിലും, എല്ലാ പാർട്ടികളിലും ഉണ്ടാകുമ്പോഴാണ് ആരോഗ്യകരമായി, ക്രിയാത്മകമായി ഈ ജനാധിപത്യ
പ്രക്രിയയുടെ ഈ പ്രവാഹത്തിൽ പങ്കാളികളാവുക എന്നുള്ള ആ നിയോഗത്തിന്റെ നിർവഹണം സാക്ഷാത്കരിക്കപ്പെടുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ അവരിലെ എല്ലാ സഭകളിൽ നിന്നും ആളുകൾ എല്ലാ പാർട്ടികളിലേക്കും പോകുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ അവഹേളിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുക എന്നുള്ള ഒരു ശൈലി ക്രൈസ്തവ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മെ പോലെ തന്നെയുള്ള ഒരു ന്യൂനപക്ഷ സമുദായമാണല്ലോ ക്രിസ്ത്യാനികൾ. അവിടെയൊക്കെ ആ വ്യത്യസ്ത പാർട്ടികളിലെ തങ്ങളുടെ സമുദായ അംഗങ്ങളുടെ സാന്നിധ്യത്തെ എത്ര ഹൃദയവിശാലതയോടുകൂടിയാണ് ക്രിസ്ത്യാനികൾ കാണുന്നത് എന്നുള്ളത് മുസ്ലിം ലീഗുകാർ കണ്ടുപഠിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും കെ ടി ജലീൽ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ചില വീക്ഷണങ്ങൾ ചില കാര്യങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മതപരമായി പോലും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതുപോലെ തോന്നുന്നു, AKG ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല. ഉടനെ തന്നെ നമ്മുടെ സമുദായത്തിലെ മതപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള പല ആളുകളും ആ പരാമർശം വിവാദമാക്കി. KT ജലീൽ AKGയും കൂട്ടി സ്വർഗത്തിലേക്ക് പോവാണ്, അയാൾ മുസ്ലിമാണോ, അയാൾ എങ്ങനെയാ സ്വർഗത്തിലേക്ക് വന്നാൽ ശരിയാവണേ എന്നൊക്കെയുള്ള മസാല പ്രശ്നമാണ് അവർ ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ AK ഗോപാലൻ എന്ന് പറയുന്ന ഒരു മുഅയ്യനായ ഫർദ്, ഒരു നിശ്ചിത വ്യക്തി, അയാൾ സ്വർഗത്തിൽ പോകും എന്നുള്ള ഹുക്കുമ് പറയുകയല്ല KT ജലീൽ ചെയ്തത്. അദ്ദേഹം ഒരിക്കലും കെലിമയെ നിരാകരിച്ചിട്ടില്ല. KT ജലീൽ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്. അതായത് അള്ളാഹുവിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരിലും പരലോകത്തിലും മലക്കുകളിലും കിതാബുകളിലും ഒക്കെ വിശ്വസിക്കുകയും നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കുകയും ഒക്കെ തീർച്ചയായിട്ടും വേണം, അത് ചെയ്യണം, അത് അനുഷ്ഠിക്കണം. എന്നാൽ സാമൂഹിക തലത്തിൽ AKGയെ പോലെയുള്ള, മഹാത്മാഗാന്ധിയെ പോലെയുള്ള, നെൽസൺ മണ്ടേലയെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ അവര് പ്രതീതീകരിച്ച ആ സാമൂഹികമായ നിലപാടുകളും ആ വിമോചനത്തിന്റെ രാഷ്ട്രീയ ദൗത്യവും കൂടി മുസ്ലിങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അവര് സ്വർഗത്തിന് അവകാശികളാകുന്നത്. അപ്പോൾ KT ജലീലിന്റെ പരാമർശത്തിൽ AKG എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി തന്നെ ആയിക്കൊള്ളട്ടെ, AKGയോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയോ കേവലം വ്യക്തികളല്ല, അവർ വലിയ ഒരു സാമൂഹിക സമീപനത്തിന്റെ, ഒരു രാഷ്ട്രീയ വിമോചന നിലപാടിന്റെ പ്രതീകങ്ങളാണ്. അപ്പോൾ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ AKGയെയോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെയോ പരാമർശിച്ചാൽ അവരൊക്കെ അറിയപ്പെടുന്നത് ഏതൊരു സാമൂഹിക നിലപാടിന്റെ, വിമോചന ദൗത്യത്തിന്റെ അല്ലെങ്കിൽ നന്മകളുടെ സേവന പ്രവർത്തനങ്ങളുടെ പേരിലാണോ, അതും കൂടി അനുഷ്ഠാന വിശ്വാസികൾ അവരുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുമ്പോഴാണ് അവർ പാരത്രിക ജീവിത വിജയത്തിന്, സ്വർഗത്തിന് അർഹരായി തീരുന്നത് എന്നുള്ളത് തന്റെ സംബോധിതരായ കേരളീയ സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക മാത്രമാണ് KT ജലീൽ ചെയ്തത്. അന്ന് KT ജലീലിനെ വേട്ടയാടി. ഇപ്പോൾ KT ജലീൽ ഒരു ഇലക്ഷനിൽ സ്വാഭാവികമായ പരാജയം നേടിയപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനിസ്റ്റുകൾ, അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്ന നജീബുള്ളയെ കൊന്ന് പോസ്റ്റുകാലിൽ കെട്ടിത്തൂക്കുകയാണ് ചെയ്തത് എങ്കിൽ നമ്മുടെ KT ജലീലിന്റെ ശത്രുക്കൾ ഇവിടെ ചെയ്തത് ഒരാടിനെ അറുത്ത് ബീഭത്സമാം വണ്ണം ചോര ഒലിക്കുന്ന ആ ആടിന്റെ തലയുമായി വളരെ രാക്ഷസീയമായ പ്രകടനം നടത്തുക എന്നുള്ളതാണ് ചെയ്തത്. ഒരിക്കലും മുസ്ലിം ലീഗുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതേതരത്വത്തെ പ്രപഞ്ചനം ചെയ്യുന്നതിന്, അതിനെ ആഖ്യാനം ചെയ്യുന്നതിന്, അത് പ്രകാശിപ്പിക്കുന്നതിന് KM ഷാജിയുടെ കഴുത്തിലെ ഞരമ്പുകൾ വീർപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം മാത്രം പോരാ, കുറച്ച് നമുക്ക് മാതൃകയാകുവാനും കഴിയണം. മാന്യന്മാരായ, അനുകരണീയരായ പാണക്കാട്ട് തങ്ങന്മാരുടെ ആ സൗമ്യതയും ആ സ്നേഹവും ആ കാരുണ്യഭാവവും കൂടി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക്
പകർത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിം ലീഗുകാരാകുന്നത്. സഹോദരന്മാര്, നാം ചിന്തിക്കണം. ഇപ്പോൾ ആ ആടിന്റെ തലയുമായി നടത്തിയ പ്രകടനം അതിന് ഏതെല്ലാം രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇപ്പോൾ തന്നെ സംഖ്യകളും കാസക്കാരുമൊക്കെ വളരെ ദുരുപദിഷ്ടമായ നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടുണ്ടായ ചീത്തപ്പേര്, അതുകൊണ്ടുണ്ടായ കളങ്കം, അത് മുഴുവൻ മുസ്ലിങ്ങൾക്കുമാണ്. മുസ്ലിം സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നത് മുസ്ലിം സമുദായത്തിലെ തീവ്രവാദികളാണ് എന്ന് ലീഗുകാരായി നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ തീവ്രവാദികൾ ഉണ്ടാക്കുന്ന കളങ്കവും ചീത്തപ്പേരും പോരാഞ്ഞിട്ടാണോ ലീഗുകാരായ നമ്മളും കൂടി ഇതുപോലെയുള്ള വികാര പ്രകടനങ്ങളും ഇതുപോലെയുള്ള വിവരക്കേടുകളുമായി നിരത്തിലിറങ്ങിയത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമുള്ള ആളുകളെല്ലാം മുസ്ലിം ലീഗിലേക്ക് ഇങ്ങനെ മെർജ് ചെയ്തോളണം, ഇദ്ഗാം ചെയ്തോളണം, ലയിച്ചു ചേർന്നോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കെ ടി ജലീൽ വേട്ടയുടെ നഹ്വും സർഫും എന്നുള്ള ഒരു ശീർഷകം ഈ വിഷയത്തിന് കൊടുത്തത്. ഒരു പ്രബോധക സംഘത്തിന് നിരക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും കെ ടി ജലീൽ വിമർശനത്തിൽ ജമാഅത്തെ ഇസ്ലാമി കാണിച്ചു എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. എങ്കിലും കെ ടി ജലീലിനോടുള്ള വിമർശനങ്ങളിലും പാരസ്പര്യങ്ങളിലും ഇസ്ലാമിക പ്രസ്ഥാനം കുറച്ചുകൂടി ഒരു സഹിഷ്ണുത, ഒരു മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി റഹിമഹുല്ലാനെ കുറിച്ചുള്ള ഒരു നല്ല പ്രസംഗം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഇന്നും മുൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനായ കെ ടി ജലീലിന്റെ പ്രസംഗം തന്നെ കേൾക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു മുൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനായ അബ്ദുസമദ് സമദാനി തന്നെ മൗദൂദി സാഹിബിനെ പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാര് മൗദൂദി സാഹിബിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കുറച്ച് പേടിച്ചും മറച്ചു ഒളിച്ചു പറയാം. അതേസമയം തങ്ങളുടെ കാവ്യാത്മകമായ ശൈലിയിൽ വളരെ വെട്ടിത്തുറന്ന് മൗദൂദി സാഹിബ് ഈ ലോകത്ത് ചെയ്തിട്ടുള്ള രചനാത്മകമായ ആ ഇടപെടലുകളെ, ചിന്താപരമായ സംഭാവനകളെ ശരിക്കും സമൂഹത്തിന്റെ മുമ്പിൽ അനാവരണം ചെയ്യുന്നതിൽ ഇതേ സമദാനിയും, അതായത് നിലവിൽ മുസ്ലിം ലീഗുകാരനായ അബ്ദുസമദ് സമദാനിയും, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് മുസ്ലിം ലീഗിലേക്കും മുസ്ലിം ലീഗിൽ നിന്ന് CPM-ലേക്കും വന്ന കെ ടി ജലീലിനും കഴിഞ്ഞിട്ടുണ്ട്. കെ ടി ജലീലിനെ നമ്മൾ ഇന്നും കണ്ടാല് ഒരു പ്രസ്ഥാന കുടുംബത്തിലെ അംഗമാണെന്നേ തോന്നുള്ളൂ. അദ്ദേഹം ഒരു CPM-കാരനാണെങ്കിലും CPM-ൽ അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഞാനൊക്കെ ആണെങ്കിൽ വിളിച്ച CPM-ൽ പോയി മെമ്പർഷിപ്പ് എടുക്കുകയോ ഒരു മന്ത്രിയാവോ ഒക്കെ ചെയ്തേനെ. CPM-ന്റെ ബാനറിൽ തന്നെ, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ തന്നെ ഞാനൊക്കെ മത്സരിക്കും. കെ ടി ജലീൽ മത്സരിച്ചിട്ടില്ല. ആദർശപരമായ വിശ്വാസപരമായ കാരണങ്ങളാലാണ് എന്ന് ജലീൽ തന്നെ അത് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കെ ടി ജലീലിനെ നരകാവകാശിയും കൊള്ളരുതാത്തവനുമാക്കി ചിത്രീകരിച്ച് ഇതുപോലെ അക്രമാസക്തമായി വളരെ അപലപനീയമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പരാജയത്തെ ക്രൂരമായി ആഘോഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി കളയാമെന്ന് പൊന്നു മുസ്ലിം ലീഗുകാർ വിചാരിക്കരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.